എന്താണ് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹു തആല പറഞ്ഞിട്ട് വലാ തകൂനു കല്ലദീന ഇഖ്തലഫു, അല്ലാഹു തആല പറയാണ് വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യിന. വേദം നൽകപ്പെട്ട ജൂതനസ്രാണികൾ അവർക്ക് ബയ്യിനത്ത് വന്നതിന് ശേഷം അവർ ഭിന്നിച്ചു. ബയ്യിനത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണങ്ങളാണ്. ഖണ്ഡിതമായി മുഅ്ജിസത്തുകളെ കൊണ്ടും മറ്റും തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. പ്രവാചകന്മാർ മുഅ്ജിസത്തുകളെ കൊണ്ടും മറ്റു ദലീലുകളെ കൊണ്ടും ഇവിടെ തെളിയിച്ചു കാണിച്ചു കൊടുത്ത ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണങ്ങൾ. ആ വിശ്വാസ പ്രമാണങ്ങൾ അവർക്ക് വന്നതിന് ശേഷം അവർ ഭിന്നിച്ചു പോയി ആ കാര്യത്തിൽ. അപ്പൊ അഖീദയിൽ ഭിന്നിച്ചതാണ് അല്ലാഹു തആല ജൂതനസ്രാണികളെ വിമർശിച്ചത്. വലാ തകൂനു കല്ലദീന ഇഖ്തലഫു മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യിനാത്ത് എന്ന ആശയമുള്ള ഒരു ആയത്തുണ്ട്. ആ ആയത്ത് മഹാനവറുകൾ ഉദ്ധരിക്കുന്നുണ്ട്. നിങ്ങൾ ബയ്യിനാത്ത് വന്നതിന് ശേഷം ഭിന്നിച്ച ആളുകളെ പോലെയാകരുത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മഫ്ഹൂമു മുഖാലഫ ശരിക്കറിയുന്ന ആളാണല്ലോ ഷാഫി ഇമാം. മഫ്ഹൂമു മുഖാലഫി മഫ്ഹൂമു മുവാഫഖ ഒക്കെ ശരിക്കറിയുന്ന ആളാണ് ഷാഫി ഇമാം. പക്ഷേ മഫ്ഹൂമു മുഖാലഫ എല്ലാ വാചകത്തിനും മഫ്ഹൂം ഉണ്ടാവില്ല എന്നും ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്. എല്ലാ വാക്കുകൾക്കും മഫ്ഹൂം ഉണ്ടാവില്ല. മഫ്ഹൂമു മുവാഫഖയുണ്ട്, മഫ്ഹൂമു മുഖാലഫയുണ്ട്. പക്ഷെ എല്ലാ വാക്കുകൾക്കും മഫ്ഹൂം ഉണ്ട് എന്ന് പറയാൻ പറ്റും. മഫ്ഹൂം ഇല്ലാത്ത എത്രയോ വാക്കുകളുണ്ട്. ഇപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പണ്ട് മുടിന്റെ വിഷയത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയത്. എന്താ മുടിന്റെ വിഷയത്തില്? മുസാഫിറായ മൗലാനയുടെ അദ്ദേഹം കൊണ്ടുവന്ന മുടിയുടെ വിഷയത്തിൽ ഒരു പ്രസ്താവന ഇറക്കി. എന്താണ് ആ പ്രസ്താവന? ഇപ്പൊ എന്താണ് പറഞ്ഞത്? അതിന്റെ അടിസ്ഥാനം വ്യക്തമാകുന്നത് വരെ പൊതുജനങ്ങൾ വഞ്ചിതരാവരുത്. അപ്പൊ മറ്റേ ആള് ചോദിക്കുകയാണ്, ഏത് ഒരു സംസ്ഥാനക്കാരൻ ചോദിക്കുകയാണ്, അപ്പൊ അടിസ്ഥാനം വ്യക്തമായി സനദ് വ്യക്തമായി കഴിഞ്ഞാൽ ജനങ്ങൾ വഞ്ചിതരാകണമെന്നാണോ? അങ്ങനെ മഫ്ഹൂം മുഖാലിഫ് അല്ലേ? ആ പ്രസ്താവനയുടെ മഫ്ഹൂം മുഖാലിഫ് അങ്ങനെയല്ലേ? മഫ്ഹൂം മുഖാലിഫ് എപ്പോഴാണ് ഉണ്ടാകുക? അടിസ്ഥാനം വ്യക്തമായി കഴിഞ്ഞാലും വഞ്ചിതരാവേണ്ടുന്ന ഒരു സാധ്യതയുണ്ട്. അടിസ്ഥാനം വ്യക്തമാകുന്നതിന് മുമ്പും വഞ്ചിതരാകേണ്ടുന്ന രണ്ട് സാധ്യതകളും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് മഫ്ഹൂം മുഖാലിഫ് ഉണ്ടാകുക. എല്ലാ വാചകങ്ങൾക്കും മഫ്ഹൂം മുഖാലിഫ് അല്ല. ജമ്മുൽ ജവാമിയിൽ മഫ്ഹൂം മുഖാലിഫയുടെ അധ്യായത്തിൽ ഇത് വളരെ കൃത്യമായിട്ട് തന്നെ ഇമാം താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് തിരിച്ചറിയാൻ കഴിയാതെയായി പോയി. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോ ഷാഫി ഇമാം ഇതിന്റെ മഫ്ഹൂം വിളിച്ചിട്ട് പറയാണ്, അപ്പൊ ബയ്യിനത്തുള്ള വിഷയത്തിൽ ഭിന്നിക്കാൻ പാടില്ല, അഥവാ അഖീദയിൽ ഭിന്നിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ അഖീദയെ ക്രോഡീകരിച്ച മഹാനായ അബൂ അൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ മഹാനായ അബൂ മൻസൂർ അൽ മാതുരിദി റളിയല്ലാഹു അൻഹു അഖീദയിൽ ഭിന്നിച്ചിട്ടില്ല. പക്ഷേ അഖീദയെ വിശദീകരിക്കുന്ന വിശദാംശങ്ങളിലുള്ള ഭിന്നിപ്പ് അത് പണ്ഡിതോചിതമാണ്. അങ്ങനെയുള്ള അബുൽ ഹസൻ അൽ അശ്അരിയും അബൂ മൻസൂർ അൽ മാതുരിദിയും നമുക്ക് തദ്വീൻ ചെയ്ത ഇസ്ലാമിന്റെ അഖീദകളുണ്ട്. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചുള്ള വിശ്വാസങ്ങൾ, തൗഹീദിനെ സംബന്ധിച്ചുള്ള വിശ്വാസങ്ങൾ, റിസാലത്ത് സംബന്ധമായ വിശ്വാസങ്ങൾ, പരലോകം സംബന്ധിച്ച വിശ്വാസങ്ങൾ, മലക്കുകളെ കുറിച്ച വിശ്വാസങ്ങൾ, വേദങ്ങളെ കുറിച്ച വിശ്വാസങ്ങൾ, ഇങ്ങനെയുള്ള അഖീദകളുടെ സമാഹാരം. ആ സമാഹാരത്തിന് വിരുദ്ധമായിട്ട് നിലകൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചാണ് മുബ്തദിഈങ്ങൾ എന്ന് പറയുക. അവരുടെ നിയമത്തിൽ ഫാസിഖീങ്ങളുമായിട്ടുള്ള മുബ്തദിഈങ്ങളുടെ നിയമത്തിൽ ചില്ലറ വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ മുബ്തദിഈങ്ങളുടെ ഷഹാദത്ത് മഖ്ബൂലാണ്, മുബ്തദിഈങ്ങളുടെ റിവായത്ത് മഖ്ബൂലാണ്. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇബ്നു ഹജർ തങ്ങൾ, അബ്ദുൽ ഹമീദ് ഷർവാനി തങ്ങൾ പറയുന്നുണ്ട്, എന്താണ്? فإن الراجح قبول شهادة أهلها ما لم نكفرهم. മുബ്തദിഈങ്ങളെ നാം കാഫിറാക്കാത്ത കാലത്തോളം, കുഫറിലേക്ക് അവർ പോകാത്ത കാലത്തോളം അവരുടെ ഷഹാദത്ത് മഖ്ബൂലാണ്, അവരുടെ റിവായത്ത് മഖ്ബൂലാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. ഇത് ഫാസിഖീങ്ങൾക്ക് ബാധകമല്ല.
അപ്പോ മുഹറമായ റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത ഒരു സംഗതി, ഒരു വിശ്വാസമാവട്ടെ, ഒരു ആചാരമാവട്ടെ, ഒരു പ്രവർത്തനമാവട്ടെ, അത് 4 പ്രമാണങ്ങൾക്ക് വിധേയമല്ലെങ്കിൽ, അത് അഖീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അവരെ സംബന്ധിച്ചാണ് മുബ്തദിഈങ്ങൾ എന്ന് പറയുക. മഹാനായ ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വസുഇല നഫഅല്ലാഹു തആല ബിഹി ബിമാ ലഫ്ദുഹു മൻ റവാ ഹദീസ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഅറള അൻ സാഹിബി ബിദ്അത്തിൻ ബഗ്ദൻ ലഹു ഫില്ലാഹ് മലഅ അല്ലാഹു ഖൽബഹു അംനൻ വ ഈമാന ഇലാ ആഖിരിൽ ഹദീസ്. ഇമാം ഖത്തീബ് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൽ നമ്മൾ ചോദിക്കാം, സാഹിബുൽ ബിദ്അത്തിന്റെ സാഹിബിനെ ആരെങ്കിലും ബിദ്അത്തിന്റെ സാഹിബിനെ തൊട്ട് ആരെങ്കിലും പുറംതിരിഞ്ഞാൽ അല്ലാഹു തആല അവന്റെ ഹൃദയത്തിൽ നിർഭയത്വം നിറക്കും, വിശ്വാസവും നിറക്കും. ഈ ഹദീസ് ആരാണ് റിപ്പോർട്ട് ചെയ്തത്? അതിന് മഹാനവർകൾ മറുപടി പറഞ്ഞു, റവാഹുൽ ഖത്തീബ് ഫീ താരിഖി ബഗ്ദാദ്.